നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിയാണ് സ്വന്തമാക്കിയത്. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറെയാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. ഇക്കാര്യത്തിൽ ഫുട്ബോൾ ലോകത്ത് വലിയ കോലാഹലങ്ങൾ അരങ്ങേറിയിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആരായിരിക്കും റോഡ്രിയുടെ പിൻഗാമി, അതായത് അടുത്ത ബാലൻഡിയോർ പുരസ്കാരം ആരായിരിക്കും നേടുക, അതുമായി ബന്ധപ്പെട്ട ഒരു പവർ റാങ്കിങ് goal.com ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 15 താരങ്ങളെയാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 15ാം സ്ഥാനത്ത് അമേരിക്കൻ താരമായ ക്രിസ്റ്റ്യൻ പുലിസിച്ച് ആണ് വരുന്നത്. മികച്ച പ്രകടനം ഈ സീസണിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. AC മിലാന് വേണ്ടി 10 ഗോളുകളും 7 അസിസ്റ്റുകളും അദ്ദേഹം ഈ ഒരു സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 14ാം സ്ഥാനത്ത് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ഒമർ മർമൂഷ് ആണ് വരുന്നത്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. FC ബാഴ്സലോണയ്ക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നുള്ള റൂമറുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹം 15 ഗോളുകളും 10 അസിസ്റ്റുകളും ഈ ഒരു ഈജിപ്ഷ്യൻ സൂപ്പർ താരം സ്വന്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. 13ാം സ്ഥാനത്ത് ചെൽസിയുടെ കോൾ പാൽമർ 7 ഗോളുകൾ 5 അസിസ്റ്റുകൾ. പതിവ് പോലെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. ആഴ്സണലിൻ്റെ ബുക്കയോ സാക്ക 12ാം സ്ഥാനത്ത് വരുന്നു. 4 ഗോളുകൾ 7 അസിസ്റ്റുകൾ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ സമ്പാദ്യം. 11ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൻ്റെ ഫ്ലോറിയാൻ വിഡ്സ് വരുന്നു. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു. 10 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. DFL സൂപ്പർ കപ്പ് കൂടി അദ്ദേഹം തൻ്റെ ക്ലബിനോടൊപ്പം കരസ്ഥമാക്കിയിട്ടുണ്ട്. കിലിയൻ എംബപ്പെ 10ാം സ്ഥാനത്താണ്. പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ പോലും ഈ പവർ റാങ്കിങ്ങിൽ അദ്ദേഹമുണ്ട്. 8 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. റയലിനോടൊപ്പം UEFA സൂപ്പർ കപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ട്. വിക്ടർ ഗ്യോക്കേറസിന് എടുത്തു പറയേണ്ടതാണ്. സ്പോർട്ടിംഗ് CPക്ക് വേണ്ടിയും സ്വീഡന് വേണ്ടിയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ 32 ഗോളുകളും 8 അസിസ്റ്റുകളും ഈ സൂപ്പർ താരം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത സീസണിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്ലബ്ബിൽ ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഹാരി കെയ്ൻ 8ാം സ്ഥാനത്താണ്. 20 ഗോളുകൾ 9 അസിസ്റ്റുകൾ എന്നിവയൊക്കെയാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ. ഏർലിംഗ് ഹാലൻഡ് 7ാം സ്ഥാനത്തുണ്ട്. സിറ്റിക്ക് വേണ്ടി 22 ഗോളുകളും 1 അസിസ്റ്റും അദ്ദേഹം ഈ സീസണിലാകെ സ്വന്തമാക്കി. ലാമിൻ യമാൽ 6ാം സ്ഥാനത്തുണ്ട്. 17കാരനായ താരം ഇപ്പോൾ തന്നെ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ജമാൽ മുസിയാല മികച്ച പ്രകടനം നടത്തുന്നു. അദ്ദേഹം 11 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ 4ാം സ്ഥാനത്തുണ്ട്. 12 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ക്ലബിനോടൊപ്പം UEFA സൂപ്പർ കപ്പ് കൂടി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ വരുന്നു. മാസ്മരിക പ്രകടനം അദ്ദേഹം ഇപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടി നടത്തുന്നു. ബ്രസീലിന് വേണ്ടിയും അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. 15 ഗോളുകളും 10 അസിസ്റ്റുകളും ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു. 2ാം സ്ഥാനത്ത് വരുന്നത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. FC ബാഴ്സലോണയ്ക്ക് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹം നടത്തുന്നു. 20 ഗോളുകൾ 4 അസിസ്റ്റുകൾ എന്നിവയൊക്കെയാണ് ഈ സീസണിലെ കണക്കുകൾ. 1ാം സ്ഥാനത്ത് വരുന്നത് മുഹമ്മദ് സലായാണ്. തകർപ്പൻ പ്രകടനമാണ് ലിവർപൂളിന് വേണ്ടി സല നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും മികച്ച പ്രകടനം നടത്തുന്നു. അർനെ സ്ലോട്ടിന് കീഴിൽ ഒരുപാട് വിജയങ്ങൾ അവർ നേടുന്നുണ്ട്. അതിൽ ചുക്കാൻ പിടിക്കുന്നത് മുഹമ്മദ് സലായാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.